എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ബീട്രൂട്ട് സോപ്പാണ് കേട്ടോ. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് അല്ല, നമ്മൾ ബീട്രൂട്ട് പൗഡർ വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ബീട്രൂട്ട് പൗഡർ ആണ് കേട്ടോ, ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിന്റെ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് സോപ്പ് പൗഡർ വെച്ചിട്ട് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൗഡർ ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, പാക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇനി പാക്കൊന്നും ഇടാൻ സമയമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇതുപോലെ സോപ്പുകൾ മേടിച്ച് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 1 kg സോപ്പ് ബേസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസിലാണ് നമ്മൾ ഇന്ന് ബീട്രൂട്ട് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഗോട്ട് മിൽക്കിന്റെ. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമുക്കിനി സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ ബേസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സോപ്പുകൾ, പല ടൈപ്പ് സോപ്പുകൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പുകൾ തയ്യാറാക്കി എടുക്കുക, യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ തരുന്നതെല്ലാം പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകൾ, അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകളായാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ് കേട്ടോ. എല്ലാം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ കിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കിറ്റുകൾ മേടിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികളിലാവുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ബേസ് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഈ ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ നമുക്കിവിടെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ എടുത്താലും മതി. ഈ പൗഡർ ഒന്ന് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നനച്ചിട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ മിക്സ് ഇനി നമ്മുടെ മെൽറ്റായി വന്നിട്ടുള്ള സോപ്പ് ബേസിലേക്കാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 kg സോപ്പ് ബേസിലേക്ക് ഞാനൊരു 15 ഗ്രാം ബീട്രൂട്ടിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 ml നമ്മുടെ അലോവേരയുടെ എക്സ്ട്രാക്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ, ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അധികം കളർ ഉണ്ടാവില്ല കേട്ടോ. വേറെ എക്സ്ട്രാ കളറൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഗോഡ് മിൽക്കിൻ്റെ ബേസിലായ കാരണം കൊണ്ട് അധികം നമുക്ക് കളറ് കൂടുതലായിട്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 10 ml ആണ് ഇവിടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 6 തുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള മോൾഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുറേ പേര് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുന്ന ഈ ഒരു ഫണൽ പോലത്തെ ഫില്ലർ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലിങ്കിൽ കയറി മേടിച്ചോളൂ. അപ്പം നമുക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ്. ഇനി നമുക്ക് ഈ സോപ്പ് സെറ്റ് ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണേ. സോപ്പിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ ബബിൾസ് വരും. ആ ബബിൾസ് മാറാനായിട്ട് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പെല്ലാം നല്ല കിടിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ സോപ്പാന്ന് കണ്ടാൽ പറയില്ല അല്ലേ. നമുക്ക് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു റെഡ് കളറാണ് മനസ്സിൽ വരിക. പക്ഷെ നമ്മൾ പൗഡർ വെച്ചിട്ട് ഗോഡ് മിൽക്കിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുക നമുക്ക്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കവറിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കാനുള്ളതാണ്.
കൊണ്ട് വെക്കേണ്ട താമസം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഷട്ടവടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സോപ്പുകളെല്ലാം മേടിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വെറൈറ്റി സോപ്പുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പോ അല്ലെങ്കിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വെയിറ്റ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചെറിയ ഗ്രാം പോലും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ബേസൊക്കെ നമുക്ക് മെഷർ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ വലുതെടുക്കണം. ചെറിയ നമുക്ക് ഫ്രാഗ്രൻസുകൾ അതുപോലെ തന്നെ സോപ്പുകളൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു വെയിറ്റ് മെഷീനാണ് കേട്ടോ നല്ലത്. ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ദേ നമുക്ക് 100 ഗ്രാമിന് കൂടുതലുണ്ട് കേട്ടോ നമ്മുടെ ഓരോ സോപ്പുകളും. അപ്പോൾ ദേ നമുക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സോപ്പുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത സോപ്പ് ഏത് സോപ്പ് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ സോപ്പ് തന്നെ ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേക്കിംഗ് കിറ്റുകൾ മേടിച്ച് വീട്ടിൽ തന്നെ മേക്ക് ചെയ്ത് പുറത്തോട്ട് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോസും നമ്മൾ അയച്ചു തരും, എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ മേക്കിംഗ് കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ഐറ്റംസാണ് വേണമെന്ന് വെച്ചെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.